മഴതോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ മാമച്ചൻ്റെ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം മാമച്ചൻ ഫോൺ വാങ്ങിച്ചിട്ട് അലീന പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. രോഹിത് നിരപരാധിയാണ് അങ്കിളെ, ഞാൻ അവിടെ പോയി ആ കുട്ടിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പം എന്നോട് സത്യം പറഞ്ഞ്, അപ്പം ആ കുട്ടിയും കാര്യം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിനോട് 4 പേരാണ് എന്നുള്ള മൊഴി കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അത് അവിടുത്തെ നാട്ടുകാരും സംഘടനക്കാരും സമുദായക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ അവളെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. എല്ലാവർക്കും അറിയാം രോഹിത്താണെങ്കിൽ അതിൽ നിരപരാധിയാണെന്ന്, എല്ലാവരും കൂടെ ചേർന്ന് കളിച്ചാണെന്ന് അലീന കാര്യങ്ങളൊക്കെ മാമച്ചനെ അറിയിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്ന് മാമച്ചൻ പറയാണ്. അങ്കിളെ, ഞാൻ അച്ഛൻ്റെ കൊടുക്കാം, അച്ഛൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയും, ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ആകെപ്പാട് ടെൻഷനിലാണ്. മാമച്ചായൻ അത് എങ്ങനെ എടുക്കും, എന്തു പറയും എന്നുള്ളതൊക്കെ ആകെപ്പാട് ടെൻഷൻ. എങ്ങനെയെങ്കിലും രോഗത്തിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വാങ്ങിച്ചിട്ട് മാമച്ചൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടല്ലോ, എൻ്റെ മോൻ നിരപരാധിയായി അവനെ എങ്ങനെ വെറുതെ നോക്കി കൈയും കെട്ടിയിരിക്കാൻ പറ്റും, അത് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പം മാമച്ചൻ പറയാണ്, അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടി മൊഴി മാറ്റി പറയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അലീന പറയുന്നത് അവൾ മൊഴി മാറ്റാൻ ചാൻസ് ഇല്ലെന്ന്, കാരണം അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചുറ്റി നിൽക്കുന്നവരൊന്നും സമ്മതിക്കത്തില്ലെന്നാണ് അലീന പറയുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് മാമച്ചൻ. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഞാനൊരു സഹായത്തിന് വേണ്ടിയാണ് അലീനയെ കൊണ്ട് വിളിപ്പിച്ചത്. അപ്പോൾ മാമച്ചൻ ചോദിക്കുകയാണ്, എന്താ അത്, അന്ന് അലീനെ രക്ഷിക്കാൻ എന്നാൽ ആ DYSP ഉണ്ടല്ലോ, പാലാ DYSP, അപ്പം അദ്ദേഹമാണെങ്കിൽ മാമച്ചായൻ്റെ ഏതോ ഒരു ബന്ധുവാണെന്ന് അലീന പറഞ്ഞുള്ള അറിവുണ്ട്. അപ്പം ആ വഴി എന്തെങ്കിലും ഒരു ശ്രമം നടത്താൻ പറ്റുമോ അറിയാൻ വേണ്ടിയാണ് മാമച്ചായനെ ഞാൻ അലീനയെ കൊണ്ട് വിളിപ്പിച്ചതെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്നാണ് ബാലേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം നമുക്ക് DYSPയെ കാര്യങ്ങളെല്ലാം അറിയിപ്പിച്ചാലോ. അപ്പം മാമച്ചൻ പറയാണ്, അങ്ങനെ അറിയിപ്പിച്ചാൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പോലീസുകാർക്ക്, അത് ആ പെൺകുട്ടിയുടെ മൊഴിയില്ലേ പ്രധാന തെളിവ് എന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അത് എനിക്കും അറിയാം, എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടിയാണ്. ഇവിടുത്തെ CIക്കും SIക്കും ഒക്കെ അറിയാം രോഹിത് കുറ്റക്കാരനല്ലെന്ന്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് അവനെ കുടുക്കിയത്. ആ രമേശ് പണിക്കരുണ്ടല്ലോ, അയാൾക്ക് വ്യക്തമായിട്ടറിയായിരുന്നു രോഹിത് കുറ്റക്കാരനല്ല എന്ന്. പക്ഷേ എന്നോടുള്ള എന്തോ വിരോധത്തിൻ്റെ പുറത്താണ് രോഹിത്തിനെയും കൂടെ കുറ്റക്കാരനാക്കിയെന്ന് ബാലേന്ദ്രൻ മാമച്ചൻ്റെ അടുത്ത് പറയാണ്. മാമച്ചൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അവസ്ഥ. എന്തായാലും ഞാൻ ഗ്രേസിയമ്മയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം മരീനെ ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തോ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞെന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്കിളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കും അച്ഛൻ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ ആകെപ്പാടെ ടെൻഷനിൽ തന്നെയാണ്. ശേഷം കൊല്ലപ്പള്ളിയിലാണെങ്കിൽ രാജീവാണെങ്കിൽ പോകാനുള്ള പെട്ടിയെല്ലാം റെഡിയാക്കുവാണ്. അപ്പോഴത്തേക്ക് മനു അങ്ങോട്ട് വരികയാണ്. മനു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, കൊച്ചച്ഛൻ പോകാനായിട്ട് റെഡിയാവുകയാണ്. എന്നടാ, എന്നും ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ, എൻ്റെ ജോലി ലീവ് എടുത്തിട്ടാണ് ഞാൻ വന്നത്, എത്ര ദിവസത്തെന്നും പറഞ്ഞാൽ ലീവ് എടുക്കുന്നത്, ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ പോകുകയാണ്. അപ്പം അങ്ങോട്ട് വരികയാണ്. എല്ലാവരും അങ്ങ് പോവുകയാണ്, എൻ്റെ മോൻ ജയിലിലാണ്, അവനെ ഇറക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി ആരും ചെയ്യാതെ എല്ലാവരും പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ വന്നിട്ട് ചോദിക്കുകയാണ്, എത്ര ദിവസമൊന്നും ആ ജോലിയും കളഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ജോലിയും കളഞ്ഞ് വന്ന് നിന്ന് കഴിഞ്ഞാൽ അതേപോലെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, അതും പറ്റത്തില്ല. അപ്പോൾ ജോലിയും കളഞ്ഞ് ആർക്കും ഇവിടെ വന്ന് കൂടുതൽ ദിവസം മെനക്കെട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനു പറയാണ്, അത് ഞാനൊരു കാര്യം അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പം രാജീവ് ചോദിക്കുകയാണ്, എന്താടാ അത്യാവശ്യ കാര്യം, അത് വൈജയന്തി പുതിയ വീട് വാടകയ്ക്ക് എടുത്തെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജീവ് ചാടി എണീക്കുകയാണ്, നീ എന്താ ഈ പറയുന്നത്, അതേ കൊച്ചച്ച, വൈജയന്തി വേറെ വീടെടുത്തിട്ടുണ്ട്, അപ്പം അങ്ങോട്ടത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ അങ്ങോട്ട് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. കമല പറയുക, ഈ 2 കാലും 2 കൈയും വയ്യാത്തവൾ ഒരു ഒറ്റയ്ക്ക് എങ്ങോട്ട് മാറാനാ എന്ന് ചോദിക്കുകയാണ്. രാജീവ് പറയാണ്, ഓരോരോ അഹങ്കാരം, അല്ലാതെ എന്ത് പറയാനാ, ആ കട്ടിലേ കിടക്കുന്ന സമയത്തും അവൾക്ക് അഹങ്കാരം തീർന്ന സമയമില്ലെന്ന് പറയാണ്. ശിവശങ്കരൻ പറയാണ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവളുടെ സ്വഭാവത്തിന് മാത്രം യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ശിവശങ്കരൻ ഭയങ്കര ദേഷിച്ച് പറയാണ്. അപ്പം മനു പറയാണ്, ഇപ്പം ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തെങ്കിലും ഇപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നേരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വീട് മാറിയതിന് ശേഷം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പിന്നെ വീട് മാറി
കേസുമായിട്ട് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അച്ഛനെയും കൊച്ചച്ഛനെയും പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലേ. പിന്നെ ഇതൊന്നും ആയിരിക്കത്തില്ല നടക്കാൻ പോകുന്നതെന്ന് മനു പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജീവിനും ശിവശങ്കറിനും ഭയങ്കര പേടിയാവുന്നുണ്ട്. രാജീവ് പറയുകയാണ്, അവളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണുന്നുണ്ട്, അവൾക്ക് എന്തോത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയണമല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് രാജീവും ശിവശങ്കരനും കൂടെ പറയുന്നുണ്ട്. അപ്പം കമല പറയാണ്, അവൾക്ക് കാലും വയ്യ കൈയും വയ്യ, എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലെന്ന് കമലയും പറയുന്നുണ്ട്. അങ്ങനെ വീട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് വൈജ. ഇതൊക്കെ അറിഞ്ഞ് ആകെപ്പാടെ ടെൻഷനിലാണ് കൊല്ലപ്പള്ളിക്കാരും. ഈ സമയത്താണെങ്കിൽ നെടുമ്പുരയ്ക്കൽ നരേന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിഞ്ഞിട്ട് ടെൻഷനിൽ തന്നെ നിൽക്കണം. കാരണം രോഹിത്തിനെ കോടതിയിൽ വരുമ്പോൾ രോഹിത് നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ മാത്രമേ രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ നന്നായിട്ടറിയാം. മാത്രമല്ല ശരണ്യയുടെ മൊഴി ഇതിലെ പ്രധാന പങ്കാണെന്നും അറിയാം. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ ടെൻഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അലീന അങ്ങോട്ട് വരുമ്പോൾ അച്ഛ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അപ്പം ബാലേന്ദ്രൻ പറയാണ്, അതെ നമുക്കാണെങ്കിൽ എറണാകുളം വരെ ഒന്ന് പോയാലോ? അപ്പം അലീന വയ്ക്കുകയാണ്, എന്തിനാ എറണാകുളത്ത് പോകുന്നത്? അത് രേവതി കുട്ടിയുടെ ആ മാമച്ചായൻ്റെ വീട്ടിലൊന്ന് പോയി നേരിട്ട് കണ്ട് സംസാരിച്ച അവർക്ക് നമ്മളോട് നോ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. അത് നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് അവരോട് കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ ആ DYSP ആയിട്ട് ബന്ധപ്പെടും, കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കും, നമ്മളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ ശരണ്യയുടെ ഒരു മൊഴിയുണ്ടെന്ന കാര്യം അച്ഛൻ മറന്നു പോവുകയാണോ? ബാലേന്ദ്രൻ പറഞ്ഞേ, ശരണ്യയുടെ മൊഴിയും കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ ചിലപ്പം ജയിലിനകത്താവും. ആ കുട്ടിയെ കൊണ്ട് സത്യം പറയാൻ ആരും സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കോടതി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ചെയ്തേ പറ്റൂ മോളെ, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയാണ്. ഈ സമയത്ത് നീ എൻ്റെ കൂടെ തന്നെ നിന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന് ബാലേന്ദ്രൻ പറയാണ്. അവസാനം അലീന പറയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് നേരിട്ട് തന്നെ പോകാം, നാളെ തന്നെ പോകാം, നമുക്ക് അവിടെ ചെന്ന് മാമച്ചായനും ഗ്രേസിയും എടുത്ത് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞ് അലീന അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ ഒരു ആശ്വാസമാവുന്നത്. അങ്ങനെ താഴെ ചെല്ലുമ്പോൾ കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം അലീന കൃഷ്ണമോളടുത്ത് പറയണം. അപ്പോൾ കൃഷ്ണമോൾ പറയണം, അച്ഛൻ്റെ ആകെപ്പാടെ ഉള്ളൊരാശ്വാസം ആ DYSP ആണ്. അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അച്ഛന്. അത് നടക്കുമെന്ന് വിചാരിച്ച ആ ചേച്ചിയോട് എറണാകുളത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും ചേച്ചിയും കൂടെ ചെല്ല്, എന്തെങ്കിലും ഒന്ന് നടന്നാലോ എന്ന് പറയുകയാണ്. അങ്ങനെ അലീനയും കൃഷ്ണമോളുടെ സങ്കടം കേട്ട് എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ അവർ എറണാകുളത്ത് എത്തുവാണ്. അപ്പം അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ തന്നെ ഗ്രേസിയമ്മ വന്ന് ജെല്ലിൽ കൂടെ നോക്കുമ്പം അലീനയെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഡോറ് തുറക്കുവാണ്. അപ്പം ബാലേന്ദ്രനും അലീനയും ആകപ്പാട് ടെൻഷനിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരികയാണ്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഞാൻ മാമച്ചായനെ വിളിക്കുന്നുണ്ട്, ബാലചന്ദ്രനും ഉണ്ടായിരുന്നു, ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് മാമച്ചായനെ വിളിക്കുകയാണ്. അപ്പോൾ മാമച്ചായൻ ഇറങ്ങി വരുന്നുണ്ട്. ബാലേന്ദ്രനോ, എന്തു പറ്റി, ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല? അല്ല, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഫോണിൽ കൂടെ പറഞ്ഞാലും നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ അത്ര ആവത്തില്ലല്ലോ, അതുകൊണ്ടാണ് നേരിട്ട് വന്നതെന്ന് പറയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ പറയുകയാണ്. അവർക്ക് എൻ്റെ മോനെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അവർക്ക് 4 പ്രതികളാണ് വേണ്ടുന്നത്, അതിൽ ഒരാളെപ്പോലും ഒരു വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം അലീന പറയാണ്, അവർ ശരണ്യെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ഒരു ആഗ്രഹം ശരണ്യയ്ക്കുണ്ടെങ്കിൽ തന്നെ അവരെ സമ്മതിക്കത്തില്ല എന്ന് അലീന പറയാണ്. മാമച്ചൻ പറയാണ്, ഇതിനൊക്കെ പ്രധാനം ശരണ്യയുടെ മൊഴിയാണ്. ശരണ്യ രോഹിത് കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാലേന്ദ്രൻ പറയാണ്, ആ കുട്ടി മൊഴി മാറ്റി പറയുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ചുറ്റും ഇരിക്കുന്നവരെല്ലാവരും രോഹിത്തിനെ കുറ്റക്കാരനാക്കണം, പോലീസ് പോലും രോഹിത്തിനെ കുറ്റക്കാരനാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറയാണ്. അപ്പം ഗ്രേസ്യം പറയാണ്, ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പെടുത്താൻ നോക്കുകയാണല്ലോ പോലീസ് എന്ന് ഗ്രേസ്യമ്മ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഈ കാര്യങ്ങളൊക്കെ ആ DYSP ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൂ എന്ന് അദ്ദേഹത്തിനോട് അന്വേഷിക്കാമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം മാമച്ചൻ ഗ്രേസ്യമ്മ എടുത്ത് പറയാണ്, എന്തോ പറയുന്നത്, നിനക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഗ്രേസ്യമ്മ പറയാണ്, തെറ്റ് ചെയ്തില്ലല്ലോ, അപ്പം നല്ല കാര്യത്തിനല്ലേ, നമ്മൾ ആരെയും സ്വാധീനിക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, സത്യസന്ധമായ കാര്യം പറയാൻ വേണ്ടിയല്ലേ, ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ച് ആ കൊച്ചിനോട് കാര്യങ്ങളൊക്കെ പറയും, ആ കുട്ടി അതിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും എന്ന് ഗ്രേസ്യമ്മ പറയുകയാണ്.
ബാലേന്ദ്രൻ പറയാണ് അത്രയും മാത്രം മതി. സത്യസന്ധമായ കാര്യം DYSP ഒന്ന് അറിയിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാതെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ ജയിലിലാവും. ശരണ്യ ഒരിക്കലും മൊഴിമാറ്റി പറയുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് ബാലേന്ദ്രൻ പറയാണ്. അലീനയും പറയാണ് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അങ്കിളെ. ഒരിക്കലും അവൾ മൊഴിമാറ്റി പറയുമെന്ന് തോന്നില്ല. ചുറ്റുമുള്ളവരും അതിന് സമ്മതിക്കത്തുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴും മാമച്ചൻ പറയുന്നത് ശരണ്യയുടെ മൊഴിക്കാണ് ഏറ്റവും വലിയ വില എന്ന് അമ്മച്ചൻ പറയുകയാണ്. എന്തായാലും ബാലേന്ദ്രൻ ആരുടെ കാല് പിടിച്ചിട്ടായാലും രോഹിത്തിനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ബാലേന്ദ്രൻ ഇപ്പോൾ ഉള്ളൂ.